ആരുടെ കത്ത്? എന്റെ കൂട്ടുകാരിയുടെ. നീ എന്ന് മുതലാ ടൈപ്പിന് പോകാൻ തുടങ്ങിയത്? കൊറേ ആയല്ലോ. ആഹാ, എന്നിട്ടെന്താ എന്നോട് പറയായിരുന്നു? നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന്? ഉണ്ടല്ലോ. ആരൊക്കെ? ഒരു പ്രദീപൻ, പിന്നൊരു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ? അത് വേണ്ട. ഏത്? അവൻ ആള് ശരിയല്ല. അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട. എന്താ കുഴപ്പം? ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഇതെന്താ തലയിൽ എണ്ണയൊന്നും തേക്കാറില്ല നീ? ഷാമ്പു ഇട്ടതാ. ആര് പറഞ്ഞു ഷാമ്പു ഇടാൻ? അതൊക്കെ തലയ്ക്ക് കേടാ. വീട്ടിൽ നീലി ബൃങ്ങാതിരിപ്പുണ്ട്, വന്നെടുത്തോളൂ. 64 പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ കാച്ചിയതാണ്. വലിയേട്ടന് എണ്ണ കാച്ചാനൊക്കെ അറിയോ? അതറിയാതെ ഇപ്പൊ ലേഹ്യം ഉണ്ടാക്കുന്നതും കഷായം കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാ. രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി. വലിയേട്ടനോ? ഉവ്വ്, വലിയേട്ടൻ തന്നെ. ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെയല്ലേ വിട്ടത്? ഓ, എന്നിട്ടെന്താ, ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു. ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി. എന്തിനാണോണ പറയുന്നത്? വലിയേട്ടനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ? എന്നിട്ടൊടുവിൽ അമ്മാവൻ വന്നിട്ടല്ലേ അവനെ തളച്ചത്. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. ആരെ ഈ നേരത്ത്? ഓ, ഈ അമ്മാവൻ പദവി ഇത്ര ഭാരിച്ചതാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. കയറി ഇറങ്ങിയാൽ ഈ പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു വീടുമില്ല. സെൻസസ് എടുക്കുന്ന പണി കിട്ടിയോ ശിവശങ്കരന്? ആ വേണം. ഈ ചോദ്യം ഞാൻ കേൾക്കണം. പഠിപ്പില്ല, പണിയില്ല, മര്യാദയ്ക്ക് ഒരു മനുഷ്യക്കോലമില്ല. അങ്ങനെയുള്ള ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചോണ്ട് വന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം. ഏത് ചെക്കൻ, ഏത് പെണ്ണ്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? ഈ ശിവശങ്കരനൊരു കാര്യം ഏറ്റാതെ ഏറ്റതാ. കുഞ്ഞീഷിന്റെ കാര്യമാണ് ആങ്ങളെ പറയണത്. പിന്നെ ആരുടെ കാര്യ പെങ്ങളെ ഞാൻ ഏറ്റത്? ആ, അത് ശരി. എന്നിട്ട് എന്തായി? മാസത്തിൽ തേങ്ങ 300, ദിവസത്തിൽ 5 ലിറ്റർ പാല് ഇറക്കുന്ന സിന്ധിപ്പശു 1. കുഞ്ഞീഷനെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വിവരമാ ഞാനീ പറഞ്ഞത്. അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളമല്ലേ? പെണ്ണ് എവിടുന്ന ആങ്ങളെ? ആ, ഇവിടെ അടുത്തൊന്നുമല്ലേ പെങ്ങളെ? അടുത്തെന്ന് വെച്ചാ നമുക്കൊക്കെ അറിയാവുന്നിടത്തും തന്നെ. അതേതാ അങ്ങനെ ഒരു പെണ്ണ്? ആ, നമ്മുടെ അംശക്കച്ചേരിലെ വടക്കേലെ വടക്കേലെ വീടിന്റെ കിഴക്കാപ്പുറത്ത്. അതായത് നമ്മളെ മൂത്തേടത്തെ. ഓ, മൂത്തേടത്തെ വീടിന്റെ അതിലുള്ള നമ്പ്യാരുടെ മോളായിരിക്കും. അതിന് വരെ പോകണ്ട. പിന്നെ മൂത്തേടത്ത് തന്നെ. മൂത്തേടത്തെ കുമാറിന്റെ മകള്. ഭ്രാന്തകുമാരന്റെയോ? അതിലിപ്പോ കുമാറിനൊരു കുഴപ്പമില്ലെന്നേ. അവസാനം എന്റെ മോൻ ആങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്നത് ഒരു പ്രാന്തന്റെ പെങ്ങളെ അല്ലേ? ആ, ഈ ഇരിക്കുന്ന എന്റെ അളിയൻ സർവ്വരോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ. പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക്. ഈ വസൂരിയും കോളറയും ഒക്കെ പോലെ ഭ്രാന്തൊരു പകർച്ചവ്യാധി അല്ലെന്ന്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? വേണം. ഈ ഒരു കുറവൊഴിച്ച മുത്തേടത്തെ നിലപാടിന് വേറെന്താ ഒരു കുഴപ്പം? പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷൻ ഭ്രാന്തകുമാറിനെ കെട്ടിപ്പിടിച്ചതാണോ കിടക്കാൻ പോണേ? എന്നാലും എന്നാലും ഇല്ല. ഇതങ്ങോട്ട് ഉറപ്പിക്കുക. ബാക്കി ഞാൻ നോക്കിയോളാം. കുഞ്ഞുവിഷൻ ആരെങ്കിലും ഒന്ന് കെട്ടിയാ മതി എന്നേ ഉള്ളൂ. കല്യാണം എന്ന് കേട്ടപ്പോ തന്നെ അവരാളൊന്ന് ഇളകിയിരിക്കുക. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പിന്നെന്താ? മോനെ കുഞ്ഞീഷ, അയ്യോ എനിക്ക് വയ്യ, ഞാനിപ്പോ ചാവും. എന്തിനമ്മാവ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു 5 ഉറുപ്പ്യ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കും. 5 ഉറുപ്പ്യ കൊടുത്താൽ എനിക്ക് 10 പ്രാവശ്യം താടി പിടിക്കാം. നിനക്കറിയോ? നീ ഒരു കൈയൊന്നും തള്ളിക്ക്. അല്ല, എനിക്കിപ്പൊ കുറച്ച് തിരക്കണ്ട, ഞാൻ നാളെ വരാം. അല്ലടോ, താൻ എന്റെ കൂടെ വാ. തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ അത്? ഒന്ന് തള്ളിക്കേ കുഞ്ഞുഷ. എന്താ അമ്മാവ പറയാനുണ്ട്? അതൊക്കെ പിന്നെ പറയാം. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടമ്മാവ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, ഇപ്പൊ കൊള്ളാം. എന്നാൽ ഇനി കാര്യം പറ. മറ്റൊന്നുമല്ല, നിന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെ. ഒരമ്മാവനെന്ന നിലയ്ക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. അച്ഛനുമായിട്ട് സംസാരിച്ചു, നിന്റെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. നേരാണോ അമ്മാവ? ഇക്കാര്യത്തിൽ ആരോടാ നുണ പറയുന്നത്?
തള്ളുന്നില്ല ഇല്ല ബാബാ, ഇനി തീരെ സമയമില്ല. ഇനി അമ്മാവൻ തന്നെത്താൻ വലി. ഇന്ദു, ഇത്രയും പെട്ടെന്ന് ഈ തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് കല്യാണം. കല്യാണോ? ഓ, അമ്മാവനും അച്ഛനും കൂടി അതങ്ങ് ഉറപ്പിച്ചു. ഇന്ദു അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അതാണ് സത്യം. ഇന്ദുവിന് സന്തോഷായില്ലേ? എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാണ്ടിരിക്കുവോ? ഒരു കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. ഉം. കല്യാണം കഴിഞ്ഞാൽ, അല്ല, വല്യേട്ടന് പണിയൊന്നുമില്ലാതെ. അതിനൊക്കെയുള്ള എല്ലാ പ്ലാനും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? അത് തുണിക്കട. നമ്മൾ ഈ സാരിയും പാവാടയും ബ്ലൗസും ഒക്കെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചോണ്ട് വെക്കും. അത് വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങിച്ചോണ്ട് പോകും. നമ്മൾ ഒരിടത്ത് ഇരുന്നാൽ മതി, ലാഭം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ വൈദ്യര് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു പുലിവാല് പിടിച്ച പണിയാ. ഈ കാലത്ത് ബിസിനസ് മാത്രമേ രക്ഷയുള്ളൂ. ഇത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞുള്ള മധുവിധുവിന്റെ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത്രയൊക്കെ മുന്നോട്ട് പോയോ? ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ ഏകദേശം ഊട്ടി വരെ. ഊട്ടിയില്ലോ? ഊട്ടി പോയിട്ട്